നമസ്തേ. റിജക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം എല്ലാ മനുഷ്യനും വേദന ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള റിജക്ഷൻ ഉണ്ടാകുന്നത്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്നായിരിക്കും, ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വലയത്തിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ജോലിസ്ഥലത്തെ ആ ഒരു സർക്കിളിൽ നിന്നായിരിക്കും. എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യന് റിജക്ഷൻ ലഭിക്കാമെന്നുള്ളതാണ്. തൻ്റേതായിട്ടുള്ള കാരണമല്ലാതെ എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ മാത്രം എന്തുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോവുകയാണല്ലോ, എനിക്കൊരു സപ്പോർട്ടിന് പിന്തുണയ്ക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ മനുഷ്യനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള റിജക്ഷൻ അല്ലെങ്കിൽ തിരസ്കരണം ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം ആളുകളും, എസ്പെഷ്യലി എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നിരുന്നാലും അവർ ഒരു പരിധി വരെ ഒറ്റയ്ക്കിരിക്കുന്നത് കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എനർജി ഇല്ലെങ്കിലും അവർക്ക് സ്വയമേ സമാധാനം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബാലൻസ്, പീസ് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും ഈ റിജക്ഷൻ വരുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും വളരെ വിഷമിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചം നമുക്കൊരു സ്പേസ് തരികയാണ്. പ്രപഞ്ചത്തിന് നമ്മളോട് സംവദിക്കാനായിട്ട് ഒരു റൂം കണ്ടെത്തുകയാണ്. വെൻ യു ആർ എലോൺ അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് വിഷമിക്കുന്നതിന് പകരം പ്രപഞ്ചവുമായിട്ട് സംവദിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക. നമ്മുടെ ആത്മാവിൻ്റെ സ്വരം അത് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് ശ്രവിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. ദൈവിക ശക്തിയുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഇൻട്രോസ്പെക്ഷൻ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഗിവ് ആൻഡ് ടേക്സ് ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. ഈ സമയത്ത് നമ്മൾ ഇതുവരെ വന്നതായിട്ടുള്ള വഴി, നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ, ഇനി നമുക്ക് ഒരുപാട് പോകാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും നയിക്കും. അതായത് നമ്മൾ റിജക്ഷൻ അനുഭവിക്കുന്നത് പ്രപഞ്ചം നമ്മളെ യഥാർത്ഥത്തിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പ്രപഞ്ചം നമ്മളെ ഒറ്റപ്പെടുത്തുകയല്ല. പ്രപഞ്ചത്തിനോട് കൂടുതൽ ചേർത്ത് പിടിക്കുകയും നമ്മളുമായിട്ട് സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുകയും നമുക്ക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളെയും വ്യക്തികളുടെയും നമ്മുടെ സർക്കിളിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ വലയത്തിൽ നിന്ന് മാറ്റി, നമ്മുടെ ഓറയെ ഒന്നും കൂടെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് എലവേറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ റിജക്ഷൻ എന്നല്ല, പല കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച്. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ആൾക്കാർ നെഗറ്റീവാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഡൗൺ ആയിട്ടുള്ള സമയം ഉണ്ടാവും, ഉയർന്ന സമയം ഉണ്ടാവും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നോക്കുകയാണെങ്കിലും, എന്ത് കാര്യം നോക്കുകയാണെങ്കിലും ദർ വിൽ ബി അപ്പ് ആൻഡ് ഡൗൺ. എന്ത് കാര്യത്തിൻ്റെ വിലയാണെങ്കിൽ അത് കൂടുകയും കുറയുകയും ചെയ്യും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഒരു ഇറക്കമുണ്ടെങ്കിൽ അത് ഇറക്കത്തിലേക്ക് മാത്രമല്ല പോകുന്നത്, തീർച്ചയായിട്ടും അവിടെ നിന്നൊരു റിവേഴ്സൽ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയം വരുന്ന സമയത്ത് പല ആൾക്കാരും തകർന്നു പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് റിവേഴ്സൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ റിജക്ഷൻ അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ തകർച്ച എന്ന് തോന്നുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചം നമ്മളെ ഉയർത്തുന്നതിൻ്റെ അടയാളങ്ങളായിട്ട് വർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട് നമ്മൾ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് പലരും കാണുന്ന പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ശിക്ഷയാണെന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒറ്റപ്പെടുത്തലല്ല, ഇതൊരു ശിക്ഷയല്ല, ഇത് ആത്മീയ സംരക്ഷണമാണ്. ശാന്തതയിലാണ് നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്നത്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ആത്മാവിന്റെ ധ്യാനം ആരംഭിക്കുന്ന അവസ്ഥയാണ്. അതായത് നമ്മൾ എലോൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു മെഡിറ്റേഷൻ പോലെ, ഒരു ധ്യാനം പോലെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യാനും ഡീപ്പറായിട്ടുള്ള സെൽഫ് റിഫ്ലക്ഷനും അത് അവസരം തരികയാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ കർമ്മം എന്താണ്, നമ്മുടെ ആത്മാവിൻ്റെ ദൗത്യം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾ കുറ്റം പറയുന്ന ഒരു അവസ്ഥയാണ് അടുത്തതായിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ വളരെ കളിയാക്കുന്നു, കുറ്റം പറയുന്നു. ഈ ഒറ്റപ്പെടലും റിജക്ഷനും അപ്പുറത്തേക്ക് അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതും പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല, തൻ്റെതായ കാരണം കൊണ്ട് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം.
പക്ഷേ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജം മറ്റുള്ളവരുടെ കുറവുകളെ അവിടെ പ്രതിഫലിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങളെ കുറ്റം പറയുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഊർജം അവരുടെ ആ നെഗറ്റീവ്സിനെയാണ് പുറത്തേക്ക് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഊർജം മറ്റുള്ളവരുടെ അനിശ്ചിതത്വത്തിനെ വെളിവാക്കുകയാണ് എന്ന് മറ്റൊരു തരത്തിൽ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വളർച്ച മറ്റുള്ളവർക്ക് ഭയം പകരുന്ന സമയത്തും വിമർശനങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറ്റം പറച്ചിലുകളും വിമർശനങ്ങളും വരുന്ന സമയത്ത് നമ്മൾ തകർന്നു പോകുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലിട്ട് അത് മുഴങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കുറ്റം പറച്ചിലുകളും വിമർശനങ്ങളും എന്ന് പറയുന്നത് ഇതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു തിരിച്ചടിയല്ല, അടുത്ത ഒരു വളർച്ചയുടെ ഒരു ലക്ഷണം തന്നെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഷെയിം, ഗിൽറ്റ് അല്ലെങ്കിൽ നാണക്കേടുണ്ടാവും എന്നുള്ളതാണ്. ഈ നാണക്കേട് എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ചും അത് മറ്റുള്ളവർ തരുന്ന ഒരു കാര്യമല്ല, കാരണം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ നമുക്കുണ്ടാകുന്നത്? നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഈഗോ അതിനെ തകർക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മളെ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷന് വിധേയമാക്കുകയാണ്. പ്രപഞ്ചം നമ്മുടെ അഹങ്കാരത്തിനെ ചിന്തിക്കളയുകയാണ് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട്. നമ്മൾ വിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ പാദരക്ഷകൾ ഊരിവെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വികാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അടുത്ത ഉയർച്ചയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ തന്നെയാണ് നടക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യമാണ് അവഗണിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകൾ. ഒറ്റപ്പെടലിൽ നിന്നും വിമർശനത്തിൽ നിന്നും അല്ലെങ്കിൽ റിജക്ഷനിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതിരിക്കുക, നമ്മൾ അവഗണിക്കപ്പെടുക, നമ്മളെ തിരിച്ചറിയാതിരിക്കുക, റെക്കഗ്നീഷൻ ലഭിക്കാതിരിക്കുക തുടങ്ങിയ അവസ്ഥകൾ. അത് ജോലി സ്ഥലത്തുണ്ടാകാം, ചിലപ്പോൾ വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാകാം. എത്ര നല്ല വലിയ കാര്യം ചെയ്തിട്ടും അവഗണന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിന്റെ മൂല്യം പുറത്തു നിന്നല്ല ഉള്ളിൽ നിന്നാണ് വരേണ്ടത് എന്ന് പ്രപഞ്ചം അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബിക്കോസ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നോക്കുന്ന സമയത്താണ് നമുക്ക് അവഗണന ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നത്. കാരണം മറ്റുള്ളവരാണ് അവഗണിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഇന്റേണൽ ഇവാലുവേഷന്റെ വർത്ത് അല്ലെങ്കിൽ വാല്യൂ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ ചെയ്തികളെ പുറത്തുള്ള ആളുകളുടെ ഇവാലുവേഷൻ അനുസരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുകയില്ല. കാരണം അവരുടെ അളവുകോലല്ല, നമ്മുടെ പ്രവർത്തികളുടെ അളവുകോൽ യഥാർത്ഥത്തിൽ അളക്കാനുള്ള ശേഷി നമുക്ക് മാത്രമാണുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ആത്മാവിനും പ്രപഞ്ചവും ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കർമ്മത്തിനെ വിലയിരുത്തുക എന്നുള്ളത്. ഒരിക്കലും അത് മറ്റുള്ളവരുടെ കയ്യിലല്ല അതിന്റെ താക്കോലുള്ളത്. ആ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവഗണനകൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് മൂല്യം അന്വേഷിക്കുകയല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഇത് നമ്മുടെ ആത്മവിശ്വാസം ഉയർത്താനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള തിരിച്ചടികൾ എന്ന് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഡീപ്പറായിട്ടുള്ള ഇത്തരത്തിലുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ദുഃഖമോ പരാജയമോ തകർച്ചയോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അയാൾ വീണ്ടും മുകളിലേക്ക് സന്തോഷത്തോടു കൂടി പോകുമെന്നുള്ളതാണ്. ബന്ധങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പാർട്ട്ണർ ആയിരിക്കാം, സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളായിരിക്കാം. അത് തകർന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കിക്കൊണ്ട് പുതിയ ബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള തിരിച്ചടികളും നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചം നമ്മളെ തട്ടിവിടുന്നതായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിയായിട്ട് തോന്നിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. സ്വന്തം ആത്മവീര്യം, കഴിവ്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് ഈ സാമ്പത്തികമായിട്ട് തകരുന്ന അവസ്ഥയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതുവരെ ഞാൻ സഞ്ചരിച്ചതല്ല എൻ്റെ വഴി, യഥാർത്ഥത്തിൽ എനിക്ക് വിജയിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ മറ്റു ചില വഴികളുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രപഞ്ചം നമ്മളെ അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണത്. നമുക്ക് കൂടുതൽ അബൻഡൻസ് അല്ലെങ്കിൽ സമൃദ്ധി നമ്മളിലേക്ക് വരുന്നു. അതിന് മുന്നോടിയായിട്ട് പ്രപഞ്ചം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും നമ്മുടെ യഥാർത്ഥത്തിലുള്ള കഴിവും ക്രിയേറ്റിവിറ്റിയും കണ്ടെത്താനായിട്ട് പ്രപഞ്ചം നമ്മളെ സഹായിക്കുകയും ചെയ്യുകയാണ്. അതിനെ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ജോലി സ്ഥലത്തും മറ്റും ഉണ്ടാകുന്ന രാഷ്ട്രീയ കളികൾ, ടാർഗറ്റ് ചെയ്യപ്പെടലുകൾ, ഇത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ മോശമായതുകൊണ്ടോ ദുർബലനായതുകൊണ്ടോ അല്ല, നിന്റെ ഉയർന്ന ഊർജ്ജമാണ് അതിന്റെ കാരണമെന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ആളുകൾക്ക് ഒരു ഭീഷണി പോലെ തോന്നുകയാണ്. നിങ്ങൾ ഒരു നേതാവായിട്ട് വളർന്നു വരുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിന്റെ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ടാക്റ്റിക്കലായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നവനാണ് വിവേകി. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ഭയം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത്. ഈ ഭയവും ആശങ്കയും എന്തിനു വേണ്ടിയാണ് ഉണ്ടാകുന്നത്?
തീർച്ചയായിട്ടും അവിടെ ജാഗ്രത ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശക്തിയും ധൈര്യവും തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ്. ധൈര്യം അതുപോലെ തന്നെ ഭയം, രണ്ട് എക്സ്ട്രീംസ് ആണ് ഒരേ സംഗതിയുടെ തന്നെ. അപ്പം നമ്മൾ ആ എക്സ്ട്രീംസിൽ നിന്ന് പതുക്കെ ഏതിനോടാണോ നമുക്ക് കൂടുതൽ ആഭിമുഖ്യം അതിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വികാരം ശക്തമായിട്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു പോൾ നമുക്ക് അനുഭവപ്പെടുന്നു, ആ ഒരു എക്സ്ട്രീം നമുക്ക്, ആ ഒരു ധ്രുവം നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് നാണം അല്ലെങ്കിൽ ഷെയിം എന്ന് പറയുന്നത്. നമുക്ക് വളരെയധികം ജാള്യത തോന്നുകയാണ് പല കാര്യങ്ങളിലും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പഴയ നിങ്ങൾ അവിടെ പാമ്പ് ഉറമാറ്റി വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേക്കുന്നത് പോലെ പഴയ നിങ്ങളെ മാറ്റി പുതിയ ഒരു നിങ്ങൾ അവിടെ പറന്നുയർന്നു വരികയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ നാണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വളരെ വിഷമമാണ്. പക്ഷേ ആ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി യഥാർത്ഥത്തിലുള്ള ഈ സത്യത്തെ കാണുകയാണെങ്കിൽ നമുക്ക് മിഥ്യയെ മാറ്റി നമുക്ക് സത്യത്തിലേക്കും വിജയത്തിലേക്കും ഉയരുവാനായിട്ട് സാധിക്കും. നമസ്തേ.